ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ്. നിലമ്പൂർ മണ്ഡലത്തിലെ മാങ്കുത്ത് GLP സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നല്ല പ്രതീക്ഷയാണ്, മികച്ച വിജയം നേടും കേരളത്തിലെല്ലായിടത്തും. തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ ഇപ്പോഴത്തെ ഒരു വികസനക്ഷേമ പ്രവർത്തനങ്ങൾ തുടരണമെന്നാണ് ആഗ്രഹിക്കുക. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നതാണ് കുറച്ച് പ്രതീക്ഷിക്കുന്നത്. അല്ല, വിവാദങ്ങൾ ഇപ്പോൾ എനിക്കറിഞ്ഞൂടാ, ജനങ്ങൾ വിവാദങ്ങൾ താല്പര്യപ്പെടുക്കും. ഇന്നിപ്പോൾ കേൾക്കുന്ന പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു എന്നാണ് അല്ലേ? അങ്ങനെയല്ലേ വാർത്ത? അതാണ്, അങ്ങനെയാണ് കേട്ടത്. അപ്പോൾ അതെല്ലാം തെരഞ്ഞെടുപ്പിൽ UDFനെയാണ് ബാധിക്കുക, ദോഷകരമായിട്ട് ബാധിക്കുക. അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. ജനങ്ങൾക്ക് താല്പര്യം വിവാദങ്ങളല്ല, വികസനവും ക്ഷേമവുമാണ്. അത് ഉറപ്പുവരുത്തുന്നതാണ് LDFന്റെ ജനങ്ങൾ പിന്തുണയ്ക്കാനുള്ള കാരണം. നിലമ്പൂരിൽ തീർച്ചയായും കേരളത്തിൽ നിന്ന് വേറിട്ട് നടക്കുന്ന ഒരു നാടല്ലല്ലോ നിലമ്പൂർ. നിലമ്പൂരിൽ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു പൊതു സ്വതന്ത്രനാണ് LDFന് വേണ്ടി മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാനും ജയിക്കാനും കഴിയും എന്ന ഉറച്ച പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ജനങ്ങളുടെ താല്പര്യം വിവാദങ്ങളിലല്ല, മറിച്ച് വികസനത്തിലും ക്ഷേമത്തിലുമാണ്. LDF സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ തുടരണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത് ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും ഭരണ തുടർച്ച ഉറപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ അനുകൂല രാഷ്ട്രീയ സാഹചര്യം നിലമ്പൂർ മണ്ഡലത്തിലും പ്രതിഫലിക്കും. നിലമ്പൂരിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന U. ഷറഫ് അലിക്ക് എല്ലാവരുടെയും സ്വീകാര്യതയുണ്ട്. അതിനാൽ തന്നെ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കുവാനാകും. മികച്ച വിജയം നേടുവാനും അദ്ദേഹത്തിന് കഴിയുമെന്നും സ്വരാജ് പറഞ്ഞു. തിരഞ്ഞെടുപ്പ് ദിവസം പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തെക്കുറിച്ച് വന്ന വാർത്തകൾ UDFനെയാണ് ദോഷകരമായി ബാധിക്കുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെങ്ങും ഇടതുപക്ഷത്തിന് മികച്ച വിജയ സാധ്യതയാണ് നിലനിൽക്കുന്നത് എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. SS Gold, Pure Gold. SS Group, Nilambur.